സൂറത്തു ആലി ഇമ്രാനിലെ തന്നെ 147 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലു. പ്രവാചകന്മാരെ കുറിച്ചും വിശ്വാസികളെ കുറിച്ചും പറയാണ്, അവരുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. റബ്ബ് പറയാണ്, എന്താ അവർ പ്രാർത്ഥിക്കുന്നത്? റബ്ബന ഗുഫിർ ലനാ ദുനൂബന. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണമേ. വ ഇസ്റാഫന ഫീ അംരിന. ഞങ്ങളുടെ കാര്യങ്ങളിലെ ഇസ്റാഫുകൾ, അമിതത്വം എന്ന് പറഞ്ഞാൽ ചില തെറ്റുകൾ ധാരാളമായി ചെയ്യുന്ന ആളുകൾ. ചെറിയ തെറ്റല്ലേ എന്ന് കരുതിയിട്ട് ചെയ്യുന്നവരുണ്ട്. ചില പ്രത്യേക പാപങ്ങളോട് കൂടുതൽ ശഹവത്തുള്ള ആളുകളുണ്ട്. അങ്ങനെ ചില ആളുകൾ ചില പാപങ്ങളിൽ അതിര് കവിയുന്നവരാണ്. ഒരു ലിമിറ്റേഷനും ഇല്ലാതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പേടിയുമില്ലാതെ, ഒട്ടും കുറവ് വരുത്താതെ, തഖ്വയെക്കുറിച്ചോ തസ്കിയത്തിനെ കുറിച്ചോ ഉള്ള ഉപദേശങ്ങൾ ഒട്ടും ഫലം ചെയ്യാതെ നിരന്തരമായി തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിസ്സാരമായി കാണുന്ന ചെറിയ പാപങ്ങളെ സൂക്ഷിക്കണേ. സഹാബത്ത് ചോദിച്ചു, അതെന്താണ് നബിയെ? കാരണം അത് ചെറിയ പാപമായതിനാൽ നിങ്ങൾ അതിനെ അവഗണിക്കും, പക്ഷെ അത് കൂടുതൽ ചെയ്യുമ്പോൾ അത് വലിയ പാപമായി തീരും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ മനോഹരമായ ഒരു ഉദാഹരണം അതിന് പറഞ്ഞു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിങ്ങളിൽ ഒരാൾ ഒരു യാത്രയിലായിരിക്കെ നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കമ്പുമായി ഒരാൾ വന്നത് കത്തിച്ചാൽ ആ വെള്ളം തിളയ്ക്കൂല, ആ മാംസം വേവുകയില്ല. കാരണം എന്താണ്? ചെറിയൊരു കമ്പാണ്. പക്ഷേ ഒന്നും കൂടി കൊണ്ടുവന്നപ്പോൾ ആ വിറകിന്റെ കൂമ്പാരം കൂടി. അങ്ങനെ കത്തിച്ചാൽ അതൊരു വലിയ തീയായി മാറും, നിങ്ങളുടെ ഉദ്ദേശം നടക്കുകയും ചെയ്യും. ചെറിയ കമ്പായിരുന്നപ്പോൾ അത് നടക്കൂല, പക്ഷേ ഇത് കൂടിക്കഴിഞ്ഞാൽ അതെന്താകും? വലിയ വിറകിന്റെ ശേഖരമായി മാറും. അതുപോലെയാണ് ചെറിയ പാപങ്ങൾ റിപ്പീറ്റഡ് ആയി ചെയ്യുമ്പോൾ അത് വലിയ പാപമായി തീരും. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്, ഇസ്റാഫനാ ഫീ അംരിനാ. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അമിതമായി ചെയ്തിട്ടുള്ള ചെറിയ തെറ്റുകളാകട്ടെ വലിയ തെറ്റുകളാകട്ടെ, റബ്ബേ നീ ഞങ്ങൾക്കത് പുറത്തു തരണമേ. വസബ്ബിത് അഖ്ദാമന. ഞങ്ങളുടെ പാപങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. സത്യനിഷേധികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ.